ഇത് നമ്മൾ നേരത്തെ പറിച്ചത്, ഇത് നമ്മൾ ഇപ്പം പറിച്ചത്. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ പിടിക്കാതെ നിൽക്കുന്ന, ഒന്നും കായ്ഫലം തരാതെ നിൽക്കുന്ന മരങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് പറങ്കിമാവുണ്ട്, മാവുണ്ട്, മുരിങ്ങയുണ്ട്, പുളിയുണ്ട്. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന മരങ്ങൾക്ക് നമ്മൾ ഒരു ട്രിക്ക് കാണിച്ചാൽ അവർ നല്ലതുപോലെ നമുക്ക് ഫലം തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പറങ്കിമാവിനകത്ത് ഞങ്ങൾ അങ്ങനെ ഒന്ന് കാണിച്ചപ്പോൾ ഒരു 5 പൈസ ചിലവില്ലാതെ നമ്മൾ അങ്ങനെ ചെയ്തപ്പോൾ അതൊരു അബദ്ധത്തിൽ നമ്മൾ ചെയ്തതാണ്. പക്ഷേ അത് നല്ലൊരു സക്സസ്സായി. അബദ്ധം എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യേണ്ടി വന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അത് നല്ലൊരു സക്സസ്സായി. ഞങ്ങൾ വെട്ടാനായിട്ട് നിന്ന ഒരു പറങ്കിമാവാണ്. പല പ്രാവശ്യം അത് വെട്ടിക്കളയാം, ആരെങ്കിലും വരുന്നെങ്കിൽ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തിയിരുന്ന ആ പറങ്കിമാവിനകത്ത് ഇപ്പോൾ ഇഷ്ടം പോലെ പറങ്കേണ്ടിയാണ് ഇപ്രാവശ്യം പിടിച്ചിരിക്കുന്നത്. ആ ട്രിക്ക് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇത് കണ്ടോ, നമ്മുടെ പറങ്കിമാമ്പഴമൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ? പറങ്കിമാമ്പഴമൊക്കെ കുഞ്ഞുനാളിൽ എന്തോരം കഴിച്ചതാണ്. അത് അരിഞ്ഞിട്ടിട്ട് നമ്മൾ അതിനകത്ത് ഉപ്പും മുളക് പൊടി ഇട്ട് കഴിച്ചിട്ടുണ്ട്, അല്ലാതെ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും ആർക്കും കഴിക്കാനേ തോന്നുന്നില്ല അല്ലേ? അപ്പോൾ അതൊക്കെ എല്ലാവരും മറന്നുപോയൊരു സംഭവങ്ങളാണ്. പക്ഷേ വീണ്ടും ഇതിൻ്റെ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ പറങ്ങേണ്ടി പിടിച്ച് നിൽക്കുന്നുണ്ടോ? ഇതൊക്കെ ഈ പറങ്ങേണ്ടിയൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ ഇവിടെ അമ്മച്ചിയൊക്കെ ഞാനങ്ങ് ഓർക്കുകയാണ്. പാവം അമ്മച്ചിക്കൊക്കെ നല്ലൊരു വരുമാന മാർഗ്ഗമായിരുന്നു അന്നൊക്കെ പറങ്ങേണ്ടി. പക്ഷേ ഇതിനകത്ത് അങ്ങനെ പിടിക്കത്തില്ലായിരുന്നു, വേറെ പറങ്കാവിലൊക്കെ ആയിരുന്നു പിടിക്കുന്നത്. ഇതിൽ പിടിച്ചാലും പൂത്ത് കഴിഞ്ഞാൽ ഉടനെ ആ പൂവൊക്കെ അങ്ങ് കൊഴിഞ്ഞു പോവുകയുള്ളായിരുന്നു. ഇപ്പോഴാണ് ഇത്രയും പറങ്ങേണ്ടിനകത്ത് പിടിക്കുന്നത്. എൻ്റെ അപ്പച്ചനെ ഈ സമയം ഞാനങ്ങ് ഓർക്കുകയാണ്. എന്തോരം പറങ്ങേണ്ടിയൊക്കെ ഞങ്ങൾ പറക്കി പുറവേ നടന്നതാണ്. പാവം എൻ്റെ അപ്പച്ചനും ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല. ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും വിളവെടുപ്പൊക്കെ കാണിച്ചിരുന്നു അല്ലേ? അപ്പം നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഫേസ്ബുക്കിനകത്താണെങ്കിലും നല്ലതുപോലെ ആൾക്കാരത് കാണുന്നുണ്ട്, കുറേ വ്യൂസൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിനകത്തും കുറേ പേര് കാണുന്നുണ്ട്. നല്ല നല്ല കമൻസുകളും പാസ്സാക്കുന്നുണ്ട്. കാരണം ആരും അതിനെ നമുക്ക് ഒരു പരാജയമായിട്ട് കണക്കാക്കാതെ ഇനിയും നമുക്ക് ചെയ്യാമെന്നാണ് എല്ലാവരും കമൻറ്റ് ബോക്സിനകത്ത് പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ജയം മാത്രമല്ല, പരാജയം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഒരു വാശിയും ചെയ്യാനുള്ള ഒരു ഉന്മേഷമൊക്കെ നമുക്ക് വരികയുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ വിജയം മാത്രം നമ്മളെങ്ങനെ വലിയ കൃഷി നല്ല വിളവുണ്ടായി എന്ന് കാണിക്കുന്നതിനേക്കാൾ നമ്മുടെ പരാജയം കൂടെ കാണിക്കുമ്പോൾ നിങ്ങളും അതുപോലെ എനിക്കും പരാജയമായിരുന്നു, അപ്പോൾ ഇനിയും ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പം പരാജയപ്പെട്ടു എന്ന് കരുതി ആരും പുറകോട്ട് വരുത്. നമ്മൾ മുമ്പോട്ട് വെച്ച കാലം മുമ്പോട്ട് തന്നെ നമുക്ക് കൃഷിയിൽ നമുക്ക് മുന്നേറുക. അപ്പം നമുക്ക് ഇനി എന്തായാലും നമ്മുടെ പറങ്കിമാവൊന്ന് കണ്ടിട്ട് വരാം. മുകളിലോട്ടൊക്കെ നിൽക്കുന്നതുണ്ടോ? ഇഷ്ടംപോലെ നിൽപ്പുണ്ട് കേട്ടോ മുകളിൽ. ക്യാമറ പക്ഷേ അവിടം വരെ എത്തത്തില്ല, കാണിക്കാൻ പറ്റത്തില്ല, അത്രമാത്രം നിൽപ്പുണ്ട്. ഇനി നമുക്ക് തോട്ടം വെച്ചിട്ടൊന്ന് കുലുക്കാം. എന്താ ഇത് കണ്ടോ, ഡെയിലി നമ്മൾ പറങ്കമാവിൻ്റെ മൂട്ടിൽ വരുമ്പോൾ ഇതേപോലെ വവ്വാൽ കഴിച്ച വവ്വാൽ ചപ്പിയെന്നാണ് പറയുന്നത്. വവ്വാൽ ചപ്പിയ പറങ്ങേണ്ടി ഇങ്ങനെ കിടക്കും. ഒരു 1/2 കിലോയ്ക്ക് ഡെയിലി കിട്ടും. 1/2 കിലോ അല്ല കേട്ടോ ഇത്. ഇതൊക്കെ പറക്കുമ്പോൾ നമ്മൾ കുഞ്ഞുനാളിലേക്കൊരു യാത്ര പോകും നമ്മളത്. അപ്പം നമ്മുടെയൊക്കെ ചെറുപ്രായത്തിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നല്ലൊരു വരുമാന മാർഗ്ഗം തന്നെയായിരുന്നു ഈ പറങ്കേണ്ടി എന്ന് പറയുന്നത് അല്ലേ? അപ്പം ഒരു പൈസയും ചിലവില്ലാതെ നമുക്ക് ഈ പറങ്കേണ്ടി കൊടുത്താൽ നമ്മുടെ പറങ്കാവിൽ പിടിക്കുന്ന പറങ്കേണ്ടിയൊക്കെ ഇങ്ങനെ നുള്ളി പറക്കി കൊടുത്താൽ രാവിലെ ഒരു രസമാണ്. ഈ പറങ്കാവിൻ്റെ മൂട്ടിലൊക്കെ പോയിട്ട് പറങ്കേണ്ടി പറക്കുക, അത് തിരിങ്ങിക്കൊണ്ട് വയ്ക്കുക, എന്നിട്ടത് തൂക്കി ആരെങ്കിലും വീട്ടിലൊരാൾ കൊണ്ടുപോയി കൊടുക്കുക, അത് വെച്ചിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. അതൊക്കെ ഓർക്കുമ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിയ ഫീലാണ് അല്ലേ? എന്ത് രസമായിരുന്നു അന്നത്തെ കാലമൊക്കെ. നമ്മൾ ഇഷ്ടം പോലെ പറങ്കാൻ തോട്ടം, ഞങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ പറങ്കാവുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം വെട്ടിയിട്ട് അവിടെയൊക്കെ റബ്ബറാക്കിയിരിക്കുക. അപ്പം പൊതുവേ എവിടെ നോക്കിയാലും ഈ പറങ്കിമാവൊക്കെ വെട്ടിയിട്ട് എല്ലാവരും റബ്ബർ വെച്ചിരിക്കുകയാണ്. അപ്പം അതിന് വിഷമിക്കുന്നവരും ഉണ്ട്, നല്ലതെന്ന് വിചാരിക്കുന്നവരും ഉണ്ട്. അപ്പം പറങ്കിമാവും വേണം, റബ്ബറും വേണം, എല്ലാം വേണം അല്ലേ? അപ്പം നമ്മുടെ ഈ പറങ്കിമാവിനകത്ത് ഇപ്പം പിടിച്ചിരിക്കുന്ന പറങ്ങേണ്ടി നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. ഇത് കണ്ടോ, നമ്മൾ 2 ദിവസമായിട്ട് പറക്കിക്കൊണ്ട് വെക്കുന്ന പറങ്ങേണ്ടിയാണ്. പറിക്കുകയും ചെയ്യും, നമ്മൾ പറക്കിക്കൊണ്ട് വെക്കുകയും ചെയ്യും. എന്നിട്ട് ഇനി നമുക്കിത് കടയിൽ കൊണ്ടു കൊടുക്കണം. എന്ത് പറങ്ങേണ്ടിയാണെന്ന് നോക്കിയാൽ എൻ്റെയൊക്കെ കൊച്ചുനാളിലുണ്ടല്ലോ ഈ പറങ്ങേണ്ടി എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ അങ്ങ് പിടിക്കും. എന്ന് വെച്ചാൽ ഒരു തോട്ടം മാതിരിയായിരുന്നു പറങ്കിമാവ്. എവിടെ നോക്കിയാലും പറങ്കിമാവ്. അപ്പം രാവിലെ അപ്പച്ചന് സ്കൂളിൽ പോകണം, അധ്യാപകനായിരുന്നല്ലോ. അപ്പം സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് ഒരു പറിക്കലുണ്ട്, പിന്നെ വൈകിട്ട് വന്നിട്ടൊരു പറിക്കലുണ്ട്. അപ്പം രസമാണിത്. അതൊക്കെ ഒന്ന് പറഞ്ഞാലോ കേട്ടാലും ഒക്കെ ഒരു രസമാണ്. അപ്പം അപ്പച്ചൻ ഇങ്ങനെ പറങ്ങേണ്ടി പറിക്കും. അപ്പം ഞങ്ങളിങ്ങനെ കൊട്ടയായിട്ട് പുറകെ നടക്കും പറങ്ങേണ്ടി പറക്കാനായിട്ട്. അപ്പോൾ എന്നിട്ട് അത് തൂക്കി എല്ലാം ഒക്കെ തിരിങ്ങി കൊണ്ടുവന്നിട്ട് തൂക്കുമ്പം കാണാം ഒരു 5 കിലോ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു കുറച്ചും കൂടെ കാണാം. അപ്പോൾ അപ്പച്ചൻ എന്താ പറയുന്നത് അറിയാമോ?
അത്രയുണ്ടല്ലോ, നമുക്കിനി അതങ്ങ് 6 ആക്കാം. അങ്ങനെ വീണ്ടും തോട്ടയും കൊട്ടയായിട്ട് വീണ്ടും പോവും. അങ്ങനെ 6 കഴിയുമ്പം പിന്നെ അതൊരു 6:30 ആയിട്ട് മാറും. 6:30 കഴിയുമ്പം പറയും, അപ്പച്ചൻ പറയും പിന്നെ ഇച്ചിരി കൂടെ നമുക്ക് ഒന്നുകൂടെ കറങ്ങിയിട്ട് വരാം. അങ്ങനെ അവസാനം 10 കിലോ ഒക്കെ ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കാറ്. 10-20 കിലോ എന്തുമാത്രം പറങ്ങേണ്ടി ഉണ്ടായിരുന്നറിയാം. നല്ല രസമായിരുന്നു അതൊക്കെ. പിന്നെ ഓർക്കാനുള്ളത്, നമ്മൾ പിന്നെ ഈ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ബാഗിനകത്തൊക്കെ 10 പറങ്ങേണ്ടിയൊക്കെ ഇട്ടുകൊണ്ട് പോകുമായിരുന്നു. എന്നുവെച്ചാൽ അന്നത്തെ കാലത്ത് മാങ്ങാ വെള്ളം, നെല്ലിക്ക വെള്ളം, അങ്ങനെയുള്ള വെള്ളങ്ങളൊക്കെ കിട്ടുമായിരുന്നു. അത് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ കുടിക്കാനായിട്ട്. അത് കുടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും കുടിച്ചിട്ടുണ്ടാകും. സ്കൂളിൽ പോയിട്ടുള്ള എല്ലാവരും ആ മാങ്ങാ വെള്ളവും നെല്ലിക്ക വെള്ളവും ഒക്കെ കുടിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു സ്കൂളിൽ പോയിട്ട്, അമ്മണി. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ആയിരുന്നു ഇങ്ങനെ സ്കൂളിൽ പോകുന്നതും വരുന്നതൊക്കെ. അപ്പം വരുന്ന വഴിക്ക് ഒരപ്പച്ചൻ്റെ കടയുണ്ടായിരുന്നു. ആ അപ്പച്ചൻ്റെ കടയിൽ ഇങ്ങനെ നെല്ലിക്ക വെള്ളം, നാരങ്ങ വെള്ളമൊക്കെ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. നെല്ലിക്ക, നാരങ്ങ, മാങ്ങാ വെള്ളമൊക്കെ. അപ്പം നെല്ലിക്ക വെള്ളം കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞങ്ങൾ നെല്ലിക്ക വെള്ളം കുടിക്കും. എനിക്ക് വലിയ നെല്ലിക്ക നോക്കിത്തരും. അമ്മണി നിന്ന് എൻ്റെ കൂട്ടുകാരുടെ പേര്. അമ്മണിക്ക് അത്രയും വലുപ്പത്തിൽ കൊടുത്താൽ ഒരു ചെറുതായിരിക്കും കൊടുക്കുക. അപ്പോൾ അമ്മണിക്ക് അങ്ങ് ദേഷ്യം കയറി വരും. എന്താണ്, അവൾ സാറിൻ്റെ മോളായതുകൊണ്ട് അവൾക്ക് വലിയ നെല്ലിക്ക കൊടുത്തു, എനിക്ക് കൊച്ചു നെല്ലിക്ക തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പച്ചനൊക്കെ മരിച്ചുപോയി. ആ കൂട്ടുകാരി, എൻ്റെ അമ്മണി എന്ന് പറഞ്ഞ കൂട്ടുകാരി ഇപ്പോൾ രാജസ്ഥാനിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഒരു സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷവും അതൊക്കെ ഒന്ന് ഓർക്കാനുള്ളത് തന്നെയാണ് അല്ലേ. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊന്നും ഓർക്കാനൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. മാങ്ങ പിടിക്കുന്നു, മാങ്ങ വെളുപ്പിന് എഴുന്നേറ്റ് മാങ്ങ പറക്കാൻ പോകുന്നതും അതൊക്കെ ഒരു ഭയങ്കര ഒരു ഫീലാണ് അതൊക്കെ ഓർക്കുമ്പോൾ. ഇതൊക്കെ കണ്ടില്ലേ, നിൽക്കുന്നുണ്ടോ താഴെ, നമുക്ക് കൈ എത്തുന്നിടത്ത് തന്നെ ഇങ്ങനെ നിൽപ്പുണ്ട് കണ്ടോ. ഇതൊക്കെ പണ്ട് നമ്മളുണ്ടല്ലോ നോർത്തിൽ നിന്നൊക്കെ വരുമ്പോൾ അമ്മച്ചി ഈ പറങ്ങേണ്ടിയൊക്കെ ഉണക്കി വെച്ചേക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് വരുമ്പോൾ അമ്മച്ചി ഞങ്ങൾക്ക് പിന്നെ കലത്തിനകത്തിട്ടിട്ട് ചുട്ട് തരുമായിരുന്നു, ഓട്ടിനകത്തിട്ടിട്ട്. എന്ത് രസമായിരുന്നു അത് കഴിക്കാമെന്നറിയാമോ. പാവം, പിന്നെ മക്കൾക്ക് കൊടുക്കാനാണ് എന്നും പറഞ്ഞിട്ട് അമ്മച്ചി ഒന്നും കഴിക്കത്തില്ല. അമ്മച്ചി അത് ഏറ്റവും പൊടിയൊക്കെ കഴിക്കത്തുള്ളൂ. പക്ഷേ ഞങ്ങളെ കഴിപ്പിക്കാനായിരുന്നു അമ്മച്ചിക്ക് ഏറെ താല്പര്യം. അപ്പം കൈ എത്തുന്നതെല്ലാം നമുക്ക് കൈ കൊണ്ട് ഇനി എത്തിപ്പിച്ചാൽ മതിയല്ലോ. പിന്നെ തോട്ടം വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ പറിക്കാം. ഉണ്ട് എല്ലായിടും അങ്ങനെ നിൽക്കുക. ഇത് സത്യം പറഞ്ഞാൽ ഇടയ്ക്കൂടെ ഇതൊക്കെ ഒരു ജോലിയും ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു ചിലവും ഇല്ലാത്ത വരുമാനവുമാണ്. ഇത് ഏറ്റവും താഴെ നിന്നെയാണിത്. അപ്പോൾ നമ്മൾ വലിയ തോട്ടയൊക്കെ വെച്ചിട്ട് മുകളിൽ നിൽക്കുന്ന പഴമൊക്കെ കുലുക്കി ഇടുക. കണ്ടോ, അടിപൊളി. കണ്ടോ വീഴുന്നത്. ഒരു കുഞ്ഞു കമ്പയിൽ നിന്നാണ് ഈ വീണത്. ഒരു കുഞ്ഞു കമ്പയിൽ നിന്നാണ് ഇത്രയും വീണത്. അപ്പം ഏതാണ്ട് നല്ലതുപോലെ ഇടും. അപ്പം ഉണ്ടോ ചെറുപറ വീഴുന്നുണ്ട്. ഇനി അടുത്ത എബിൻ്റെ ഊഴമാണ്. ഇതിനെ നല്ലോണം ആവട്ടാ. ഇനി ഞാനൊന്ന് പോയാലോ. ഇനി മമ്മിയുടെ ഊഴമാണ്. മമ്മി കംപ്ലീറ്റ്ലി ട്രെയിൻഡ് ആയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. പടപടയെല്ലാം വീഴുന്നുണ്ട്. ഈ ചെറിയ തോട്ടം വെച്ചിട്ട് നമുക്ക് പറിച്ചെടുക്കാം. ഇനി താഴെ എല്ലാം നിൽപ്പുണ്ട്. കഴിഞ്ഞൊരു വീഡിയോയിലേ നമ്മൾ ഓണത്തിൻ്റെ വിളവെടുപ്പിന് തോട്ടം എടുത്തിട്ട് മമ്മി തേങ്ങ ഇട്ടില്ലേ, അപ്പോൾ കുറേ ഒരു കമൻറ്റ് ഇട്ടത് തോട്ടയല്ല തോട്ടിയാന്ന്. നമ്മുടെ അടുത്ത് ഇങ്ങനെ തോട്ടയെന്നൊക്കെ പറയും. നമ്മുടെ ഇവിടെയൊക്കെ തോട്ടയെന്നൊക്കെയാണ് പറയുന്നത്. തോട്ടി എന്ന് പറഞ്ഞാൽ വേറെയാണ് അല്ലേ. നമ്മളിവിടെ തൊട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബക്കറ്റിനെ പറയുന്നത്. ഒരു 6 മാസത്തിന് മുമ്പ് നമ്മുടെ ചിന്നു മിന്നു ഉള്ള സമയത്താണ്. ചിന്നു മിന്നു ഉള്ള സമയത്ത് മിന്നുവിൻ്റെ ചെവിയിൽ എന്തോ കടിച്ചിട്ട്, ചെവിയാണെങ്കിൽ ഒരു കിലോയ്ക്ക് വരെ അങ്ങ് തൂങ്ങി. അത്രമാത്രം അങ്ങ് എന്തോ കടിച്ചു. എന്താണെന്നൊന്നും നമുക്കറിയാൻ വയ്യ. ഞങ്ങളാകെ വിഷമിച്ചു. മിന്നു ആണെങ്കിൽ അനങ്ങാൻ വയ്യാതെ നിൽക്കുകയാണ്. വേദന കൊണ്ട് കിടന്ന് കരയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്നൊന്നും അറിയാൻ വയ്യ. ഞാൻ എന്തും വരട്ടെ എന്ന് കരുതിയിട്ട് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി അരച്ച് മിന്നുവിൻ്റെ ചെവിയിൽ ആകമാനം അങ്ങ് തേച്ചു.
തേച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴും അവൾക്ക് ചെറിയൊരു റിലാക്സ് കിട്ടാൻ തുടങ്ങി. അപ്പം പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം നോക്കി എന്താ സംഭവം, ഇവിടെ എന്താ കഴിച്ചതെന്നുള്ളത് നമുക്കറിയണമല്ലോ. അങ്ങനെ അവിടെ എല്ലാം നോക്കിയപ്പോഴും നമ്മൾ പറങ്കാവിലോട്ട് നോക്കിയപ്പോഴും കാണാം കടന്തൽ കൂടിരിക്കുന്നു. അപ്പോൾ കടന്നൽ കൂട് അപ്പം നമുക്ക് മനസ്സിലായി കടന്നൽ കുത്തിയതാണെന്നുള്ളത്. അപ്പം പിന്നെ ഈ കടന്നൽ കുത്തിയാൽ വെറുതെ ഞാനങ്ങ് തേച്ചാണ്. കടന്നൽ കുത്തിയാൽ എവിടെയൊന്ന് കേട്ടിട്ടുണ്ട്, ചെറിയ ഉള്ളി അരച്ച് അതിൻ്റെ നല്ലതുപോലെ തടവിയാൽ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും നല്ല ബലവത്തായി കേട്ടോ. ഇനി എപ്പോഴെങ്കിലും ആരെങ്കിലും കടന്നൽ കുത്തുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെറിയ ഉള്ളി അരച്ച് അങ്ങ് തേച്ചാൽ മതി, നല്ലോണം മാറിക്കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയുമ്പോൾ അന്ന് അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ ലീവിന് വന്ന സമയത്തായിരുന്നു, ലോക്ക്ഡൗൺ സമയത്തൊക്കെ ആയിരുന്നു, ആ സമയത്തായിരുന്നു. അച്ഛൻ അന്നുണ്ടെങ്കിൽ അയ്യത്ത് കിടന്ന എല്ലാ ഓലയും കൂടെ കൊണ്ടുവന്ന് ഈ പറങ്കിമാവിലോട്ട് കുത്തിച്ചാരി വെച്ചിട്ട് അവിടെ കിടന്ന എല്ലാ ചുള്ളിയും കൊണ്ടുവന്നിട്ട് ആ പിന്നെ കടന്നൽ കൂടിൻ്റെ തൊട്ട് താഴെ കൊണ്ടുവന്നിട്ട് അങ്ങ് കത്തിച്ചു. ഈ കമ്പിലായിരുന്നു കടന്നൽ കൂട് കൂട്ടിയിരുന്നത്. അപ്പോൾ ഇത് അവിടം വരെ നമ്മൾ ഓലയൊക്കെ കുത്തിച്ചാരി വെച്ച് കുറേ കരിയിലയൊക്കെ കൂട്ടിയിട്ടിട്ടാണ് തീ കത്തിച്ചത്. അങ്ങനെ ഒരു കടന്നൽ പോലും പറന്നു പോകാതെ എല്ലാത്തിനെയും നമുക്ക് കൊല്ലാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെയായിരുന്നു കൂട് കൂട്ടിയിരുന്നത്. ഇപ്പോൾ ഒരു സാധനം കിടന്ന് കറങ്ങുന്നുണ്ടെന്നല്ലേ. അപ്പോൾ അത് നമുക്ക് നല്ല പ്രയോജനപ്പെട്ടു. അപ്പം നിങ്ങൾക്കും ഇതേപോലെ പറങ്കിമാവൊക്കെ നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു തീയൊക്കെ കൊടുത്താൽ നല്ലതുപോലെ പറങ്ങണ്ടിയൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ അത് കുറേ വട്ടം ഇതിനെ മുറിക്കണം എന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ഇട്ടാണ്. എന്തായാലും ഇഷ്ടം പോലെ പറങ്ങണ്ടി പിടിച്ചു. ഇപ്പം പറങ്ങണ്ടിയൊക്കെ പറിച്ചത് കിടക്കുന്നത് നോക്കിക്കുക, തറയിലോട്ട് നോക്കിക്കുക, ഇഷ്ടം പോലെ പറങ്ങണ്ടിയാണ് കിടക്കുന്നത്. വൈകുന്നേരത്തെ സമയത്ത് കത്തിച്ചാൽ മാത്രമേ അവരവിടെ ഇരിക്കുകയുള്ളൂ. പകൽ സമയത്ത് നമ്മൾ കത്തിച്ചാൽ ഇവരെല്ലാം പറന്നു പോകും, പിന്നെ പോയി വേറെ കൂട് കെട്ടും, അല്ലെങ്കിൽ നമ്മളെ അടുത്ത് നിൽക്കുന്നവരെ നമ്മളെ കൊത്തും. അതുകൊണ്ട് നമ്മൾ ഈ വൈകുന്നേരത്തെ സമയത്ത് സന്ധ്യയായ സമയത്ത് ഇതെല്ലാം കൊണ്ടുവച്ചിട്ട് നല്ലതുപോലെ ആളിക്കത്തക്ക രീതിയിൽ അങ്ങ് കത്തിച്ചു. അപ്പം കടന്നലുകളെല്ലാം ചത്ത് അതിനകത്ത് വീണു, നമ്മുടെ കടന്നലെല്ലാം തീർന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് പറങ്കാവൻ കത്തി തീർന്നു, ഇനിയിപ്പോൾ എന്തായാലും പിടിക്കാതെ നിൽക്കുന്ന പറങ്കാവാണ്. ഞങ്ങൾ കുറേ വട്ടം അത് കൊടുക്കാമെന്ന് പറഞ്ഞിങ്ങനെ നിർത്തിയിരിക്കുന്നതാണല്ലോ. അപ്പം പോയാലും പോട്ടെ എന്ന് കരുതി. പക്ഷേ എങ്കിൽ ആ പറങ്കിമാവിന് ഒന്നും സംഭവിച്ചില്ല കേട്ടോ. പറങ്കിമാവിൻ്റെ തടിക്ക് നല്ലൊരു ചൂട് തട്ടിയെന്ന് മാത്രം ഞങ്ങൾക്കറിയാം. പക്ഷേങ്കിൽ പിന്നെയും ആൾക്കാർ വന്നപ്പോൾ നമ്മൾ കൊടുക്കാനായിട്ടിരുന്നതാണ്. എന്തായാലും നിൽക്കട്ടെ എന്ന് കരുതിയിട്ട് കുറച്ചും കൂടെ നമ്മൾ നിർത്തി. ഈ പ്രാവശ്യം കാണാൻ നിറയെ പറങ്ങേണ്ടിനകത്ത് പിടിച്ചു. നമുക്ക് 5 പൈസ ചിലവില്ലാതെ ഇഷ്ടം പോലെ പറങ്ങേണ്ടി കണ്ടില്ലേ. ഇപ്പം പറങ്ങേണ്ടി നിൽക്കുന്നതും ഞാൻ പറിച്ചുകൊണ്ടിട്ടേക്കുന്നതും ഇപ്പം വവ്വാൽ അടിച്ചിട്ടേക്കുന്ന പറങ്ങേണ്ടി ഉണ്ടല്ലേ, ദിവസവും നമുക്ക് ഇതേപോലെ പറങ്ങേണ്ടി ഇതിനകത്തുനിന്ന് കിട്ടും. ഈ സീസൺ ആകുമ്പോഴാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ പറങ്ങേണ്ടി പിടിക്കുന്ന ഒരു ജനുവരി മുതൽ നമുക്കൊരു ഏപ്രിൽ മെയ് വരെ നമുക്ക് പറങ്ങേണ്ടി പറിക്കാനായിട്ട് സാധിക്കും. പറങ്ങേണ്ടി പറിക്കുന്ന ഒരു ജോലി, പിന്നെ അത് പറക്കുന്ന ഒരു ജോലി, തിരിങ്ങുന്ന ഒരു ജോലി, അതെല്ലാം ജോലി തന്നെയാണ്. എങ്കിലും നമുക്ക് ഒരു ചിലവുമില്ലാതെ നമുക്ക് അതിനകത്ത് വളമിടേണ്ട കാര്യം ഒന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഒരു നല്ലൊരു വരുമാനമാണ് ഈ പറങ്ങേണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അതെല്ലാം പറക്കിയെടുക്കാം. അപ്പം നമ്മൾ പറങ്ങേണ്ടി എല്ലാം പറക്കാൻ പോവുകയാണ്. കണ്ടോ, പറങ്ങേണ്ടി നമ്മൾ കുലുക്കി ഇട്ടതാണ്. കണ്ടോ കിടക്കുന്നുണ്ടല്ലോ ഇഷ്ടം പോലെ പറങ്ങേണ്ടി. ഇപ്പോൾ ഈ പറങ്കിമാങ്ങപ്പഴം ഉണ്ടല്ലോ, പണ്ടൊക്കെ ഇതിൻ്റെ നീരെടുത്തിട്ട് കുപ്പിയിലാക്കി വെക്കുമായിരുന്നു. ഇത് വയറ്റുവേനയ്ക്കൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഈ ഇതിൻ്റെ പറങ്കിമാങ്ങയുടെ ജ്യൂസ് എന്ന് പറയുന്നത്. അതിനകത്ത് അപ്പച്ചൻ എന്തൊക്കെയോ പണി ചെയ്യുമായിരുന്നു, ഇഞ്ചിയോ ഏതാണ്ടൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ വെക്കുമായിരുന്നു. എനിക്ക് പക്ഷേ അത് അറിയത്തില്ല, അമ്മയോട് ചോദിച്ചിട്ട് മനസ്സിലാക്കണം അതെങ്ങനെയാണെന്നുള്ളത്. പക്ഷെ നല്ലതാണ്, കുറേ കാലം ഇരിക്കും. വയറ്റിൻ്റെ എല്ലാ അസുഖങ്ങൾക്കും അത് നല്ലതായിരുന്നു അത്. അപ്പോൾ ഇതിനെല്ലാം ഇത് പറക്കിയെടുക്കട്ടെ. ഇപ്പം കണ്ട് നമ്മൾ പറങ്ങേണ്ടി എല്ലാം നമ്മൾ പറങ്കിമാങ്ങയോടുകൂടെ നമ്മൾ പറക്കി കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ പറങ്കിമാങ്ങ ഉണ്ടല്ലോ, നമ്മൾ അവിടെ ഇവിടെ പറിച്ചെടുത്ത് അന്നേരം വാരി കളയാതെ ഒരിടത്ത് നമ്മൾ കൂട്ടിയിട്ടിട്ട് നമ്മളെ തെങ്ങിൻ്റെ മൂട്ടിലോ വാഴയുടെ മൂട്ടിലോ ഒക്കെ ഇട്ട് അതിൻ്റെ അങ്ങ് ഇട്ടിരുന്നാൽ ആ തെങ്ങിനോ വാഴയ്ക്കോ നല്ലൊരു വളമായിട്ടങ്ങ് മാറും. അപ്പോൾ അമ്മച്ചി വാങ്ങിച്ച് വെച്ച ഒരു വട്ടിയൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട്. കൂലിക്കട്ടയൊന്നും ഇപ്പം കാണാനൊന്നും ഇല്ലല്ലോ. പണ്ട് കൂലിക്കട്ടയായിരുന്നു. കൂലിക്കട്ട എന്നൊക്കെ പറഞ്ഞാൽ പണ്ടുള്ളവർക്കറിയാം, എൻ്റെ പ്രായത്തിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നേരത്തെ ഉള്ളൊരു വട്ടിയാണിത്. ഒരു പുരാവസ്തുവായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇതിന്. അപ്പോൾ ഇതിന് പകരമായിട്ട് ഇപ്പോൾ സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പം അരിയൊക്കെ അരിച്ച് അരി വെക്കാനും മല്ലി അരി വെക്കാനൊക്കെ വേറെ പാത്രങ്ങളൊക്കെ ആയിപ്പോയി. ഇപ്പം ഇതിങ്ങനെ അമ്മച്ചിയുടെ ഓർമ്മയ്ക്കായിട്ട് ഇങ്ങനെ ഇരിക്കുക ഈ സാധനം. അപ്പോൾ ഒരിക്കലെങ്കിലും പറങ്ങേണ്ടി പറിക്കാത്തതായിട്ട് ആരുമില്ല. എല്ലാവരും പറങ്ങേണ്ടിയൊക്കെ കൊച്ചു പ്രായത്തിലൊക്കെ പറിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം നിങ്ങൾക്ക് പഴയ കാലത്തോട്ടൊക്കെ ഒന്ന് പോകാനായിട്ട് സാധിക്കുന്നുണ്ടല്ലേ. നമ്മുടെ വീടിൻ്റെ പരിസരവും ഇപ്പം പണ്ടത്തെ വീടിൻ്റെ പരിസരവും ഇപ്പോഴത്തെ വീടിൻ്റെ പരിസരവും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങളല്ലേ. അന്നത്തെ മരങ്ങളൊന്നും ഇപ്പം കാണാനില്ല, അന്നത്തെ വീടുകളൊന്നും കാണാനില്ല. ഒരുപാട് മാറ്റങ്ങളാണ് നമ്മളിപ്പം നമ്മളെ കെട്ടിച്ചെടുത്ത് നമ്മളിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെയാണ് അവിടെയൊക്കെ കാണാനായിട്ട്
സാധിക്കും. അതുപോലെ തന്നെ മാവിൻ്റെ ചുവട്ടിലൊക്കെ ഇതേപോലെ കരിയിലൊക്കെ ഇട്ടൊന്ന് കത്തിക്കാമെങ്കിൽ നമ്മുടെ മാമ്പൂവൊക്കെ നല്ലതുപോലെ നമുക്ക് മാങ്ങയായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ മുരിങ്ങ ഉണ്ടല്ലോ, മുരിങ്ങയിൽ മുരിങ്ങ പിടിക്കാതെ പിടിക്കാതെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ വെട്ടുകത്തി എടുത്തിട്ട്, വെട്ടുകത്തി എടുത്തിട്ട് അത് തിരിച്ച് പിടിച്ചിട്ട് അതിന് നല്ല 2 വെട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ അതിൻ്റെ മാംസത്തെ മാത്രമേ വെട്ടാവൂ, അകത്തോട്ട് തടിയിലോട്ട് വെട്ടുകൊള്ളരുത്. അതിൻ്റെ മാംസത്തെ മാത്രം, ആ തൊലിയെ മാത്രം 2 വെട്ട് വെട്ടുക. ഇനി നീ പിടിക്കൂടാ എന്നെങ്ങനെ ചോദിച്ചുകൊണ്ട് വഴക്കും പറഞ്ഞുകൊണ്ട് 2 വെട്ട് കൊടുത്താൽ നമുക്ക് ശരിക്കും, അതും എനിക്ക് അനുഭവമുള്ളൊരു കാര്യമാണ്. പിന്നെ അങ്ങനെ എൻ്റെ മുരിങ്ങയിൽ കുറേ കാലമായിട്ട് നിൽക്കുന്ന മുരിങ്ങയായിരുന്നു. മുരിങ്ങ പിടിക്കത്തേ ഇല്ലായിരുന്നു, പൂക്കത്തും കൂടി ഇല്ലായിരുന്നു. ഇപ്പം പൂക്കുകയും ചെയ്യുന്നുണ്ട്, അത്യാവശ്യം കായും അതിനകത്ത് പിടിക്കുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യുക. ഇങ്ങനെ 1-2 ട്രിക്കുകൾ നമ്മൾ ചെയ്താൽ നമുക്ക് അത്യാവശ്യം വേണ്ടതായ സംഗതികളൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാകുന്നതാണ്. അപ്പം പറങ്കിമാവിന് പിന്നെ ഇങ്ങനെ പുക തട്ടിക്കണം അല്ലെങ്കിൽ തീ കത്തിക്കണമെന്ന് പറഞ്ഞാൽ അവൻ്റെ മൂട്ട് ചെന്നിട്ട് ഉള്ള തീയെല്ലാം ഇട്ടിട്ട് അതിനെ മൊത്തത്തിലൊന്നും കരിച്ചൊന്നും കളയേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം അങ്ങനെ തീയൊക്കെ ഇട്ടാൽ മാത്രം മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയിലും മാവേലൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഒരുപാട് പിന്നെ അതിനെ വെട്ടി അതിൻ്റെ തടിയൊന്നും പോക്കരുത് കേട്ടോ. മുരിങ്ങയൊക്കെ പെട്ടെന്ന് ഒടിഞ്ഞ് ഒരുപാട് വെട്ടുകൊണ്ടല്ലോ. അതിനാണ് പറഞ്ഞത് വെട്ടുകത്തി തിരിച്ച് പിടിച്ചിട്ട് അതിൻ്റെ തൊലി ഭാഗത്ത് മാത്രം 2-3 വെട്ട് വെട്ടിയാൽ നമുക്ക് അത്യാവശ്യം കായൊക്കെ പിടിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഈ പറമ്പിൽ നിൽക്കുന്നതായ ഈ പറങ്കിമാവൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ തന്നെ കുഴിച്ചിട്ടത്, ഞാനും അച്ഛനോട് കുഴിച്ചിട്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ സാധിക്കും. ഇനിയുള്ള തലമുറയ്ക്കും ഇതേപോലെ പറങ്ങേണ്ടി വെച്ചിട്ട് നമുക്ക് നല്ല തീയൽ കറിയും എല്ലാം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതേപോലെ പിന്നെ നമ്മൾ പച്ചക്കറി ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ, പച്ചക്കറി കൃഷിയോടൊപ്പം തന്നെ നമ്മൾക്ക് ഇതേപോലെ പറങ്കിമാവ്, മാവ്, പിന്നെ എന്താണ് തെങ്ങ്, പ്ലാവ് എല്ലാം നമുക്ക് കുഴിച്ചിടാം. എല്ലാം നമ്മുടെ പറമ്പിൽ ഉണ്ടായിരിക്കണം. കാരണം ഒന്നിനും നമ്മൾ പിന്നെ ഈ പറങ്കേണ്ടി എന്ന് പറഞ്ഞാൽ എന്തോന്ന് അറിയാത്ത കുഞ്ഞുങ്ങൾ ചിലപ്പം കാണും. അവർക്ക് ഇതൊക്കെ നമ്മളൊന്ന് കാണിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇനിയുള്ള തലമുറയ്ക്കും ഇതൊക്കെ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈവ് സ്ട്രീം കൂടി ഒന്ന് ലൈക്ക് ചെയ്തിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.